MLA-ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ വരുന്നു. ഇന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ വന്ന കാര്യങ്ങൾ കണ്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ആ കാര്യം സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രത്യേകം കാര്യം ഇപ്പോൾ പറയേണ്ടതില്ല. കാരണം ഇപ്പോൾ അതെല്ലാം ഓൾറെഡി ഗവൺമെൻറ് ഇക്കാര്യം സംബന്ധിച്ച് അഭിപ്രായമുണ്ട്, നിയമപരമായ കാര്യങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വേറൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അതിനകത്ത് വേറൊരു കാര്യവും പുതുതായിട്ട് പറയാനില്ല. അപ്പോൾ അത് സംബന്ധിച്ചും പിന്നെ ഇപ്പോൾ തന്നെ ഗവൺമെന്റിന്റെ സമീപനം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനില്ല. MLA-യുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അല്ല, പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായിട്ട് അവർ കാര്യങ്ങൾ പറയുമല്ലോ. അത് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് എടുത്ത നിലപാട്, ഭരണപരമായ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങളെല്ലാം അത് വേറെ നമ്മൾ കാണേണ്ടതാണ്. പ്രതിപക്ഷം രാഷ്ട്രീയമായി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമല്ല ഇതിനകത്തെ വിഷയം. അത് ഞാൻ അതിന് ആ രാഷ്ട്രീയമായ മറുപടി പറയുന്നില്ല. പ്രതിപക്ഷം രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ തരത്തിലെടുത്താൽ മതി. ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും. ഇതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും പറയുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നപ്പോൾ UDF MLA-മാർ രാജിവെച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ ഒരു വിഷയം. ഒരു ഹേമ കമ്മിറ്റി, ഒരു രംഗത്തെ മുഴുവൻ പഠിക്കാനായി ഒരു കമ്മിറ്റി വയ്ക്കുകയും അവിടെ നിന്ന് അവരുടെ ആ ഒരു ഈ റിപ്പോർട്ടിന് ശേഷമാണ് നിരന്തരം ആരോപണങ്ങൾ, അതും ഒരു MLA എന്നുള്ള ഒരു നടനും കൂടിയായ വ്യക്തിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഞാനിപ്പോൾ അത് സംബന്ധിച്ച് വേറെ ഒരു കാര്യവും പറഞ്ഞില്ല, മറ്റു വിശദീകരണങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്തരൊരു കാര്യം, ഒരു കാര്യമല്ല, ഒരാളെ പറ്റിയല്ല, ധാരാളം ആളുകളെ പറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അതിനകത്ത് വേറൊരു കാര്യം ഞങ്ങളാരും പറയേണ്ടതില്ല. അതിന് നടപടിക്രമങ്ങൾ എന്താ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വരുന്നത് പൊതുവിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിനിമ നയരൂപീകരണത്തിൽ ഉൾപ്പെടെ മുകേഷ് MLA ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറയും. ഇത് സംബന്ധിച്ച് ഇതിനപ്പുറം ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു അതിനകത്ത് ഇപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാർട്ടിയും LDF ഗവൺമെൻറ്റും ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ അതിനകത്ത് സമീപനം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരാടെയോ ഒന്നിലധികം കാര്യം ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും എന്ന് പറഞ്ഞല്ലോ, ലോകത്തൊരു സ്ഥലത്തും ഇത്രയും ശക്തമായ നിലപാടെടുത്തിട്ട് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു കമ്മിറ്റി വെക്കാനും പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തൊരു ആർജവത്തെപ്പറ്റി പൊതുവിൽ അഭിപ്രായം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വിമർശനം പ്രതിപക്ഷം പറയാം, മാധ്യമങ്ങളെന്ന നിലങ്ങളും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ഗവൺമെൻറ് അതിനകത്ത് ശക്തമായ നിലപാടുണ്ട്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെപ്പറ്റി പിന്നെ വ്യത്യാസത്തോടു കൂടി ഓരോന്നും പറയേണ്ട കാര്യമില്ല. പൊതുവായ നിലപാടാവുള്ളത്. പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി പരിശോധിച്ചുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ വന്നത്. അല്ലാതെ ഒളിച്ചോടിയൊന്നും പോകുന്ന ഒരു സമീപനം ഞങ്ങളുടെ പാർട്ടിയും ഗവൺമെന്റോട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അല്ല, പൊതുവെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും MLA-മാരുടെ പേരോ പ്രമുഖരായ സിനിമാ നടന്മാരുടെ പേരോ ഒക്കെ നിൽക്കട്ടെ, അതെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരേ നിയമക്രമമല്ലേ ഉള്ളത്, ഒരേ നടപടിക്രമമല്ലേ ഉള്ളത്. ആ നടപടിക്രമത്തിനകത്ത് ഗവൺമെന്റിന് യാതൊരു വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഒരു കാര്യം മാത്രം ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങൾ വരുന്നുണ്ട്. അത് വരട്ടെ. ഞാൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ടതില്ല. നിയമപരമായ കാര്യങ്ങൾ